Hi friends, welcome to nstylevlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സ്പെഷ്യൽ കൂട്ടുകറിയാണ്. പ്രഷർ കുക്കറിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കൂട്ടുകറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിന് നമുക്ക് ആദ്യം വേണ്ടത് കടലയാണ്. ഞാനിവിടെ ഒരു കപ്പ് കടല 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തിട്ട് പ്രഷർ കുക്കറിലേക്ക് മാറ്റി വേവിച്ചെടുക്കുന്നുണ്ട്. 200 ml ഗ്ലാസ്സിലാണ് ഞാൻ കടല എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കടല നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കണം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ടതിന് ശേഷം സിം ആക്കിയിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കടല നല്ല നൈസായിട്ട് സ്മൂത്തായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്തതായിട്ട് കൂട്ടുകറിക്ക് വേണ്ടത് കായയാണ്. ഞാൻ 2 പച്ചക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കായ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതാ ഞാൻ കായ കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇട്ട് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കായയിലുള്ള കറ കളയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ 10 മിനിറ്റ് മഞ്ഞൾപ്പൊടി ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ഇതേപോലെയുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കായ കട്ട് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചേനയാണ്. ഇതൊരു 250 ഗ്രാം ചേന ഉണ്ടാവും. ചേന തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കായ പോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. ഇത് ഞാൻ ചേന ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കടല വെന്തിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കണ്ട നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ കുക്കറിലേക്ക് തന്നെ ചേനയും കായയും ചേർത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 250 ഗ്രാം ചേന അത് ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കായയാണ്. ഞാൻ 2 പച്ചക്കായ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കണം. ഞാനിവിടെ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. തരിതരിപ്പായിട്ടാണ് ഞാൻ കുരുമുളക് പൊടിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൽ നമ്മൾ കുരുമുളകാണ് കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കൂട്ടുകറിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കുറച്ച് കൂടുതൽ നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ കടല ചേർക്കുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേറെ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം കടല വേവിച്ചിട്ടുള്ള ആ വെള്ളം തന്നെ മതിയാവും വെന്ത് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ മതി, കൂടുതൽ അടിക്കരുത്. അപ്പം എന്താ വെച്ചാൽ കായും ചേനയൊക്കെ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. കുക്കർ വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇനി ഇതേപോലെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല നൈസായിട്ട് അരിഞ്ഞു പോരുത്, തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. അതുപോലെ വെള്ളവും വളരെ കുറച്ച് ചേർത്താൽ മതി, തേങ്ങയും വളരെ കുറച്ച് ചേർത്താൽ മതി. തേങ്ങ കൂടുതൽ ചേർത്താന്ന് വെച്ചാൽ കൂട്ടുകറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ തേങ്ങ മാത്രം എടുത്തിട്ട് അരച്ചിട്ടുള്ളത്. ഇത് നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇതിൻ്റെ ഏറ്റവും അവസാനം ആണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. അതുവരെ കണ്ടു നോക്കണം. ഇത് നമ്മുടെ കുക്കർ വിസിൽ വന്നതിന് ശേഷം തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ ചേനയും കായൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഒരേ ഒരു വിസിലടിച്ചതുകൊണ്ടാണ് ഇതേപോലെ ഉടഞ്ഞു പോകാത്തത്. ഇനി ഇതാ കാണുന്നില്ല, ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അത് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കുക്ക് ചെയ്യുമ്പോൾ ആ വെള്ളം അങ്ങ് വറ്റിപ്പോവും. ഇത് ഞാൻ കുക്കർ വീണ്ടും സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ തേങ്ങ വളരെ കുറച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 3 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർക്കാം.
കാരണം നമ്മുടെ കൂട്ടുകറിക്ക് എപ്പോഴും ഒരു ചെറിയ മധുരം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ശർക്കര ചേർക്കുന്നത്. ഇനി മധുരം ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അതുപോലെ ഞാനിതിപ്പോൾ കല്ലൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ചേർക്കുന്നത്. ഇനി കല്ലുള്ള ശർക്കര ആണെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് അരിച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനലിൽ സദ്യ റെസിപ്പീസ് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറും അവിയലും പുളിയഞ്ചി ഓലനും അതുപോലെ പായസങ്ങൾ, പരിപ്പ് പ്രഥമൻ, പാൽപ്പായസം, സേമിയ പായസം എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാം. അതുകൂടാതെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓരോന്നിൻ്റെ ലിങ്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അടുത്തതായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കാണിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കൂട്ടുകറിയുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് തേങ്ങ വറുത്ത് ചേർക്കണം. അതിനുവേണ്ടി ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് അധികം തന്നെ ചേർക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ വെളിച്ചെണ്ണ തന്നെ ചെയ്തെടുക്കണം, അതാണ് ടേസ്റ്റ്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 2 വറ്റൽമുളകാണ്. 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കുക. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു വലിയ മുറി തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തേങ്ങ കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കൂട്ടുകറിയുടെ ടേസ്റ്റേ മാറിപ്പോകും. അതുകൊണ്ടാണ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക എന്ന് പറയുന്നത്. ഇതാ കണ്ടോ, തേങ്ങ ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ടുകറിയിലേക്ക് ചേർക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ടുകറിയിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ തേങ്ങ ഇങ്ങനെ വറുത്ത് ചേർക്കുന്നതാണ് നമ്മുടെ കൂട്ടുകറിയുടെ ടേസ്റ്റ്. അതുപോലെ തേങ്ങ വറുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകറിയുടെ ടേസ്റ്റേ മാറിപ്പോകും. ഇതപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സദ്യ സ്റ്റൈൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.